ഗവിയിലേക്ക് പോയ കെ.എസ്.ആർ.ടി.സി ബസ് വീണ്ടും വനത്തിൽ കുടുങ്ങി. 38 യാത്രക്കാരുമായി പത്തനംതിട്ടയിൽ നിന്ന് പോയ ബസ്സാണ് തകരാറിലായത്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എങ്ങനെയാണ് ഈ ബസ് വനത്തിൽ കുടുങ്ങിയത്? ഏതെങ്കിലും രീതിയിലുള്ള യന്ത്ര തകരാറ് മൂലമോ മറ്റോ ആണോ? എന്തെല്ലാം നടപടികളാണ് ഇപ്പോൾ യാത്രക്കാരെ അവിടെ നിന്നും പുറത്തെത്തിക്കാനായി സ്വീകരിച്ചു വരുന്നത്? അതില് ഇന്ന് രാവിലെ ചടയമംഗലം ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട വിനോദസഞ്ചാരികളുമായി ഗവിയിലേക്ക് പോയ കെ.എസ്.ആർ.ടി.സി പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നുള്ള ഒരു ബസ്സും ഒപ്പം അത് ഈ മറ്റു വാഹനം റിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായ സാധന സാമഗ്രിയുമായിട്ടുള്ള മറ്റൊരു വർക്ക്ഷോപ്പിലെ വാഹനവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ബസ് ഇപ്പോൾ തകരാറായി കിടക്കുന്നത്. അവിടേക്ക് എത്തി മറ്റു ബസ്സിൽ പോയ ബസ്സിൽ ഈ ആളുകളെ ഗവിയിലേക്ക് കൊണ്ടുപോകും. അതേസമയം അവിടെ വലിയ തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്ക്, അതായത് ഇപ്പോൾ ഗവി കാണാൻ പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. വിനോദസഞ്ചാരികൾ വളരെയധികം ഗവിയിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ അങ്ങനെ പോകുന്ന ഒരുപാട് പേർ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു. അവരുടെ വാഹനങ്ങളെല്ലാം തന്നെ ഏകദേശം 2 മണിക്കൂറോളം ഈ അരണമുടി മുതൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരം വരെ കാട്ടിൽ പെട്ടുകിടക്കുകയായിരുന്നു. ഈ ഉൾവനമാണ്. ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വാഹനം മാറ്റി എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. എന്തായാലും പോയ വിനോദസഞ്ചാരികളെ ഗവിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേക വാഹനം എത്തി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 ആഴ്ച മുമ്പും ഇത്തരത്തിൽ ചടയമംഗലം ഡിപ്പോയിൽ നിന്നും വിനോദ സഞ്ചാരികളുമായി ഗവിയിലേക്ക് പോയ വാഹനം ഇതുപോലെ തന്നെ യന്ത്ര തകരാറ് മൂലം വഴിയിൽ പെട്ടിരുന്നു. അന്നും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിലവിൽ ഈ പലപ്പോഴും ഈ ഗവി യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത വാഹനങ്ങളാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികളുമായി പോകുന്നതെന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. അത്തരം പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു ബസ്സുമായി ഗവിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും കെ.എസ്.ആർ.ടി.സിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. യന്ത്ര തകരാറാണോ അതോ ഈ വാഹനം ഓടിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ പറ്റിയതാണോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. കാരണം അരണമുടി എന്ന് പറയുന്ന പ്രദേശം അവിടെയാണ് മൂഴിയാറിലെ പവർ സ്റ്റേഷനിലേക്ക് വരുന്ന വെള്ളം നിയന്ത്രിക്കുന്ന വാൽവ് സംവിധാനങ്ങൾ ഉള്ളത്. വളരെ ഉയരത്തിലേക്ക് ഒരു കയറ്റം കയറി തിരിഞ്ഞു പോകുന്ന ഒരു വഴിയാണ്. ആ കയറ്റം കയറിയ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ച് വാഹനം അങ്ങനെ തകരാറിലായതാണോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കെ.എസ്.ആർ.ടി.സി അന്വേഷിക്കുന്നുണ്ട്. 38 പേരാണ് ചടയമംഗലത്ത് നിന്നും ഗവിയിലേക്ക് പോകാൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ശരി ബിനോയ്.